നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബദയേ നമഃ. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമുക്ക് രാമായണം അല്പം മറന്നു പോകില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അല്പം ഇടണ്ടേ മക്കളെ, അതുകൊണ്ട് അല്പം നമുക്ക് അത് നോക്കാം. എല്ലാം കുറേശ്ശെ. എല്ലാവർക്കും ശാന്തി സമാധാനവും ഈശ്വരാനുഗ്രഹം, ലോകസമസ്ത സുഖിനോഭവം, എല്ലാവർക്കും നന്മയുണ്ടാകണം, രോഗശാന്തിയും ഉണ്ടാകണം. പ്രാർത്ഥിക്കാം എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് കബന്ധഗതി. കബന്ധൻ എന്ന ഒരു ഗന്ധർവന് അഷ്ടാവക്രം എന്ന് പറഞ്ഞ ഒരു മുനി ശപിച്ചതാണ്. അദ്ദേഹത്തിനെ അപഹസിച്ചപ്പോൾ അദ്ദേഹം ശപിച്ചത് നീ ദുഷ്ടനായൊരു രാക്ഷസനായി പോകട്ടെ എന്ന്. അതുമാത്രമല്ല, ഇദ്ദേഹം ഗന്ധർവൻ ഒരു യൗവനകാലത്തിൽ അഹങ്കരിച്ച് സുന്ദരികളായ ജനങ്ങൾക്കൊക്കെ എന്താ പറയുക മനോധൈര്യമൊക്കെ ചോർത്തിക്കളഞ്ഞ കണക്ക് ഉള്ളൊരു രീതിയായിരുന്നു. സഞ്ചരിച്ചിങ്ങനെ അഹങ്കാരം കൊണ്ട് നടന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ആയതുകൊണ്ട് ശാപവും കിട്ടി. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയില്ലേ, ആ സുന്ദരികളായ സ്ത്രീകളൊക്കെ മനസ്സുകൊണ്ട് നൊന്ത് കാണും. അപ്പം അപഹസിച്ച് വന്നപ്പം ഈ നല്ലൊരു മുനിയെ അപഹസിച്ചപ്പോൾ അദ്ദേഹം നല്ലൊരു ശാപം കൊടുത്തു, ദുഷ്ടനായ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന്. അങ്ങനെ ആ ദുഃഖത്താൽ കബന്ധൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കബന്ധൻ, ആ രാക്ഷസൻ്റെ പേരാണ് കബന്ധൻ. കബന്ധൻ ഇങ്ങനെ ദുഃഖപ്പെട്ട് സഞ്ചരിച്ച് ഇങ്ങനെ ആയിപ്പോയല്ലോ. അങ്ങനെ നടന്നപ്പോഴാണ് ഇന്ദ്രനെ കണ്ടുമുട്ടി. അപ്പോൾ ഇന്ദ്രൻ്റെ അടുക്കലേക്ക് പാഞ്ഞു ചെന്നപ്പം അദ്ദേഹം തലയറുത്ത് കളഞ്ഞു. ആ തലയറുത്തോണ്ട് മരിക്കാഞ്ഞത് കൊണ്ട് മരണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്ത് തലയും എല്ലാം വയറ്റിനകത്താക്കി കൊടുത്ത്. ആഹാരമൊക്കെ കഴിക്കണ്ടേ, അതുകൊണ്ട് അതായത് വക്ത്രപാദങ്ങൾ മമ കുഷിയിലായ ശേഷം ഹസ്തയുഗ്മം ഒരു യോജനായുധങ്ങൾ ഒരു യോജന നീളത്തിലെ കൈകളുമായിട്ട് വർത്തിച്ചിടുന്നതിനത്ര വൃത്തിക്ക് ശക്രാജ്ഞയ ഇന്ദ്രൻ്റെ ആജ്ഞപ്രകാരം അങ്ങനെ സത്ത് സഞ്ചയം എന്തെങ്കിലും വന്ന് കൈക്കകത്ത് പെട്ടാൽ മാത്രമേ കഴിക്കാൻ പറ്റൂ, അല്ലാതെ പറ്റത്തില്ല. കാലും എല്ലാം അങ്ങ് ഉള്ളിൽ വയറ്റിലായിപ്പോയി ആക്കി വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കയ്യിൽ വന്നെങ്കിലേ കഴിക്കാൻ പറ്റൂ. സത്വസഞ്ചയം മമ ഹസ്ത മധ്യസ്ഥമായാൽ വക്ത്രേണ ഭക്ഷിച്ച് ഞാൻ ഇത്ര നാളും അങ്ങനെ കഴിഞ്ഞുകൂടി എന്ന് ഭഗവാനോട് പറയുന്നു. ശ്രീരാമനും ലക്ഷ്മണനാണല്ലോ ഇപ്പം മോക്ഷം കൊടുത്തത്. ഇങ്ങനെ രണ്ട് കൈകളും ഛേദിച്ച് കളഞ്ഞു. അദ്ദേഹത്തിന് ആ അഷ്ടാവക്രൻ അന്ന് ശപിച്ചെങ്കിലും മോക്ഷം കൂടെ പറഞ്ഞു. ഭഗവാൻ ത്രേതായുഗത്തിൽ അവതരിക്കും ഭഗവാൻ നാരായണൻ. അപ്പോൾ രണ്ട് കൈയും ഛേദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി കിട്ടും, യഥാർത്ഥ ഈ ഗന്ധർവനായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അത് സംഭവിച്ചു. അതുകൊണ്ട് ഭഗവാനെ അദ്ദേഹം പ്രാർത്ഥിച്ച് സ്തുതിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മൾ വായിച്ച ഉടൻ വരെ നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ല എന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. ഈ കബന്ധന് ദിവ്യമാകുന്ന ദേഹം ആയല്ലോ. അഗ്നി കൂട്ടി ചിതയിലിട്ട് എല്ലാം കഴിയുമ്പോൾ അത് ദിവ്യമായ ഗന്ധർവനായി മാറി, മന്മഥ സമാനനായി, കാമദേവൻ എന്നൊക്കെ സുന്ദരനായി. അപ്പോൾ അന്ധത്വം കൊണ്ട് എന്തൊരു അന്ധത്വം വന്നുപോയിട്ടല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്ധത്വം വെച്ചാൽ എന്താ? അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആരെയും ആക്ഷേപിച്ചുകൂടാ. ഇത് മഹാമുനിയെ ഒരു അഷ്ടാവക്രം എന്ന് പറഞ്ഞ ഒരു മഹാമുനിയെ ആണ് അപഹസിച്ചത്. അപ്പം നമ്മൾ ആരോടും ഒരു സാധുവായിട്ട് നടക്കുന്ന ചിലരിങ്ങനെ വെറും പാവപ്പെട്ട വയസ്സന്മാരെയോ വയസ്സുകളൊക്കെ അത് ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കത്തില്ല. അതൊന്നും ഭഗവാൻ സാധുക്കളോട് അത്രത്തോളം ഭക്തിയുള്ള പാവപ്പെട്ടവരുടെ ഭഗവാന് സ്നേഹം കൂടുതൽ. കാരണം അവർക്ക് ആരോരും ഇല്ലാത്ത ഒരു അവസ്ഥയാണല്ലോ. അവർക്കുള്ള ഒത്തു നിൽക്കും ഈശ്വരൻ. അവരൊക്കെ അല്പം തെറ്റുണ്ടായാൽ പോലും കൂട്ടു നിൽക്കും, കാരണം അവർക്ക് ആരോരും ഇല്ലെന്നുള്ളതാണ്.
അതുകൊണ്ട് ഇദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് എന്താ അന്ധത്വമായി അറിവില്ലായ്മ കൊണ്ട് എന്തൊരു മഹാമോഹം, ഈ മഹാമോഹം കൊണ്ടാണ് ഈ സുന്ദരിമാരെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുക, അവർക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യുക, ഈ മുനിയെ അപഹസിക്കുക, ഇതെല്ലാം ആയിപ്പോവും അഹങ്കാരം വന്ന. അതുകൊണ്ട് അന്തവും ആദ്യമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനെ തെളിഞ്ഞുണർന്ന് വസിക്കണം. അതുകൊണ്ട് എനിക്ക് അന്ധത്വം എല്ലാം മാറിപ്പോകാൻ വേണ്ടി ഈ ദിവ്യനായ ഗന്ധർവൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ ഭഗവാൻ തെളിഞ്ഞിരിക്കണം, വിളങ്ങണം, എൻ്റെ അന്തരംഗത്തിലിരിക്കണം, എനിക്ക് നന്മ എന്താ വെളിച്ചം കിട്ടാൻ, അഹങ്കാരം മാറാൻ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നത് അന്ധകാരങ്ങൾ അകന്ന് ആനന്ദം ഉദിക്കണം. നമ്മുടെ ഉള്ളിലെ അഹങ്കാരങ്ങളെല്ലാം അന്ധകാരങ്ങളാണ്, അതെല്ലാം പോയെങ്കിൽ മാത്രമേ നമുക്ക് ആനന്ദം ഉദിക്കാൻ പറ്റൂ. അത് നമുക്ക് ആനന്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതൊന്നും കാണത്തില്ല, ശുദ്ധമായൊരു പാത്രമായി മാറും നമ്മുടെ ഹൃദയം. അപ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാം. എവിടെ നിന്നാണ് കിട്ടുന്ന ആനന്ദം? പരമാത്മാവിൽ നിന്ന് നമുക്ക് ആ അനുഭൂതി നമ്മളിലേക്ക് ഒഴുകി വരുന്നത് ആ അമൃതധാര. പരമശിവൻ്റെ തലയിലെ ഗംഗ നമ്മുടെ എല്ലാം ഉച്ചിരി ആ സഹസ്ര അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ആ ശിവ എന്നത് നമ്മുടെ സഹസ്രപരമത്തിൽ അവിടെ ഗംഗയുണ്ട്, അമൃത. ആ അമൃത നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് എങ്ങനെ വരും? നമ്മുടെ ശുദ്ധമായ ഹൃദയവും ഭഗവാനുള്ള പ്രേമമായ ഭക്തിയും എല്ലാം വരുമ്പോൾ, അറിവ് നേടുമ്പോൾ, നമുക്ക് ഈ അജ്ഞാനങ്ങളെല്ലാം ഒഴുകി മാറുമ്പോൾ നമുക്കും ആ ഗംഗ നമ്മളിലേക്ക് ഒഴുകുക. അതാണ് അമൃതധാര. അതാണ് ആനന്ദാനുഭൂതിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവാതെ ആനന്ദം അനുഭവിക്കാം. അപ്പോൾ ഈ ലോക ചിന്തയിൽ ഒരു താല്പര്യം നമുക്ക് കാണാം, അതിനേക്കാൾ എത്രയോ മഹാത്മ്യമേറിയ നമുക്ക് ഈ അനുഭൂതി. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുക, അന്ധകാരങ്ങളൊക്കെ മാറ്റിയിട്ട് ആനന്ദം ഉള്ളിലാകാൻ. എന്ത് പറയുന്നു? അന്തരാത്മനി എൻ്റെ ഉള്ളത്തിൽ തെളിഞ്ഞ് ഉണർന്ന് വസിക്കണം. അതുകൊണ്ട് അന്ധകാരങ്ങൾ അകന്ന് ആനന്ദം ഉദിക്കണം. ബന്ധവും മറ്റ് മോക്ഷപ്രാപ്തിയും ആരുള്ളത്? എൻ്റെ ബന്ധങ്ങളെല്ലാം, നമ്മുടെ കെട്ടുകളെല്ലാം ആർക്കണം? ഈ എന്താ മമത, എൻ്റേതെന്നുള്ള മമതകളെല്ലാം പോയിട്ട് അങ്ങനെ അതെല്ലാം വേണം, എന്നാലേ നമുക്ക് ഇത് വരത്തുള്ളൂ. ഈ ലോകത്തിലുള്ള എല്ലാം എൻ്റേതെന്ന് പറഞ്ഞിരുന്നാൽ ഈ ചിന്ത മാറാത്തുള്ള കാലം ഈ ഇന്ദ്രിയങ്ങൾ അടിമപ്പെട്ട് കിടക്കില്ലേ ഈ ലോകചിന്തയിൽ. ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെയും വധിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ ചിന്ത മാറിയിട്ട് ഉള്ളത്തിലിരിക്കുന്ന ഈശ്വരചിന്തയിലേക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം മറ്റ് വികാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. അങ്ങനെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു ബന്ധവും മറ്റ് മോക്ഷപ്രാപ്തിയും വരണം. മനസ്സിൽ നിന്ന് ബന്ധങ്ങളെല്ലാം അറ്റുന്നത്, എല്ലാം നമ്മുടേത് തന്നെ, മക്കളും വീടും എല്ലാം. പക്ഷെ നമ്മുടെ ഉള്ളത്തിലൊന്നും പാടില്ല. എൻ്റേതെന്നുള്ള കാലത്ത് ഇതെല്ലാം ഈശ്വരൻ്റേത് അങ്ങ് വിട്ടുകളഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അത് നമുക്ക് നമ്മുടെ മക്കളല്ലേ പിന്നെ ഭാവിയിലുള്ള, അവരെടുത്ത് ജീവിക്കും, നമുക്ക് നമ്മളെ നോക്കിക്കോളും. നമുക്ക് നമ്മുടേതുള്ള യാതൊരു എൻ്റെ മക്കളെന്നോ വീടെന്നോ കൂടെ ഒന്നും ചിന്ത വേണ്ട, എല്ലാം ഭഗവാന്റെ ആണെന്നുള്ള ആ മനോഭാവങ്ങൾ കളഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒന്നും ഇല്ലല്ലോ പിന്നെ ഉള്ളിൽ. അതാണ് ആ മനസ്സാവണം. അതാണ് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കം പറഞ്ഞത്. അല്ലാതെ എല്ലാം വിറ്റുറക്കി കളയണമെന്നോ വേറെ ആർക്കും ദാനം കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സിൽ ഉണ്ടെന്നുള്ള ചിന്തയില്ല. ഇന്ന് എല്ലാവരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് ആരാ, എനിക്കെല്ലാം ഉണ്ടെന്നുള്ള ഭാവത്തിൽ നടക്കുന്നുണ്ട്. അതാണ് അറിവില്ലായ്മ. അതൊക്കെ എത്ര നേരത്തേക്കാണ്, എല്ലാം തനിയെ ഒഴുകി പോകത്തില്ല. എന്തുണ്ടെന്ന് ചിന്തിച്ചാൽ എല്ലാം ദൈവം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിക്കത്തില്ലയോ. അതുകൊണ്ട് എല്ലാം നമ്മുടേതല്ല എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നിലനിന്ന് പോവുകയും ചെയ്യും. നമുക്ക് അന്നന്ന് എല്ലാം നേരെ വരുന്നതല്ല, നമുക്ക് ഈശ്വരൻ തരുന്ന നേരെ വരുന്നതല്ല. ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് അന്നന്ന് എല്ലാം നമുക്ക് നേരെ ഈശ്വരൻ വരുത്തി തരും. അതെല്ലാം നമുക്ക് അനുഭവിച്ച് പോവുകയും ചെയ്യും. എൻ്റേതെന്നുള്ള ഒന്നും ഒട്ടും ഇല്ലാതാനും മനസ്സുകൊണ്ട് ഒന്നുമില്ല, എല്ലാം ഭഗവാൻ തരുന്നു, അവിടെ അർപ്പിക്കുന്നതല്ല, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് ബന്ധവും മറ്റ് മോക്ഷപ്രാപ്തി അരുളണം. അവ്യക്തം അതി സൂക്ഷ്മമായൊരു ഭവദ്രൂപം. അവ്യക്തമായിരിക്കുന്ന ഭഗവാന്റെ സൂക്ഷ്മമായിരിക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, വ്യക്തതയില്ലാത്ത ആത്മ പരമാത്മ. അതുകൊണ്ട് അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം. അപ്പം ശ്രീരാമഭഗവാന്റെ ശരീരം ഇല്ലാത്ത ആ ഭഗവാന്റെ പരമാത്മാ അരൂപിയായിരിക്കുന്ന ആ രൂപം, അത് സുവ്യക്തത ഭാവേന ദേഹദ്വയ വിലക്ഷണം. നമുക്കുള്ള ഉള്ളിൽ സുവ്യക്ത ഭാവേന, നമുക്കുള്ള മനസ്സിൽ അത് നിറഞ്ഞു കവിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ പരമാത്മാവ് നിറഞ്ഞിരിപ്പുണ്ടെന്ന്. ആ ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. ശരീരം ഇല്ലാത്ത പരമാത്മാ ദൃഗ്രൂപം ഏകം അന്യ സകലം ദൃശ്യം ജഡം ദൃഗ്രാഹ്യ അനാത്മകം. ആകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരക്തം. മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ. ലോകം അജ്ഞാന മോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം. ഹൈരണ്യം അത് വിരാട് പുരുഷൻ അതിസ്ഥൂലം. ഭാവനാ വിഷയമായോന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം.
ഇതെല്ലാം പരമാത്മാവായ ഈശ്വരൻ വിരാട് പുരുഷനായിട്ട് ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് 14 ലോകവും. അതാണ് ഇനി പറയാൻ പോണത്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും. ഭൂതം എന്ന് വെച്ചാൽ അറിഞ്ഞൂടെ, കഴിഞ്ഞു, നമ്മൾ കഴിഞ്ഞ ജന്മം എന്നൊക്കെ പറയത്തില്ല, ഇല്ലേ? ഇന്നലെയൊക്കെ എന്താ കഴിഞ്ഞു പോയ കാര്യമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? വർത്തമാനകാലം. വരാൻ പോകുന്ന എന്താ? ഭാവി കാലം. അപ്പം ഭൂതം കഴിഞ്ഞത്, അത് കഴിഞ്ഞ ജന്മമൊന്നും പറയാൻ ഇന്നലെ വരെ ഉള്ളതും ഇപ്പം ഇതിനു മുമ്പ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതാ. ഇപ്പം ഈ പറയുന്ന സമയം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് വർത്തമാനകാലം. അതുകൊണ്ട് അത് ഭവ്യമായത്, ഭൂതമായതും കഴിഞ്ഞു പോയതും, ഭവ്യമായത് ഇപ്പം നടക്കുന്നതും, ഭവിഷ്യത്തിന് വരാൻ പോകുന്നതും. ഹേതുനാം മഹത്തത്വാദ്യ ആവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 ഭഗവാൻ 14 ലോകത്തിൽ സന്മയമായി. തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നെ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. ഇദ്ദേഹം ഈ ഗന്ധർവൻ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് അത് ഓർത്ത് ഈ 14 ലോകത്തിലും ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ്. അങ്ങനെ ചിന്തിച്ചില്ലെന്ന് കരുതിയിട്ട് ഒന്നുമില്ല. നമുക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇത് ഓരോന്നിൻ്റെ അർത്ഥം എടുത്ത് പറയാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് വായിക്കാം. തുങ്കനാം വിരാട് പുമാൻ, ആ ഭഗവാൻ ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് ഈ വിരാട് പുരുഷൻ്റെ അംശം ആണല്ലോ. അതുകൊണ്ട് ഈ അങ്ങനെയുള്ള ഭഗവാനാണ് ശ്രീരാമൻ. ഈ ശ്രീരാമനെ 14 ലോകത്തിലും ഭഗവാന്റെ ഓരോ അവയവങ്ങളാണെന്ന് ആ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നു ഈ ഗന്ധർവൻ. അതാണ് ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാം മഹത്തത്വാദ്യ ആവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നെ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. അതിന് പാതാളം പാദമൂലം, പാദം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? പാതാളം എന്താന്ന് അറിഞ്ഞൂടെ? പാദം ഭഗവാന്റെ പാദം, അതിനാ പറയുന്നത്. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം കുതികാല പാർഷ്ണികൾ. നാഥാതേ ഗുൽഭം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതല അതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോ ഉരസ്ഥലമായത് സുരലോകം. കണ്ഠദേശം ദേ മഹർലോകമെന്നറിയണം, തുണ്ടമായത് ജനലോകമെന്നത് നൂനം. ശംഖദേശം ദേ തപോലോകം, അങ്ങ് അതിന്മീതേ പങ്കജയോനി വാസമാകിയ സത്യലോകം. അത് ബ്രഹ്മാവ് വസിക്കുന്ന പങ്കയോനി. പങ്കജം വെച്ചാൽ താമര, താമരയിൽ ഉണ്ടായതാണ് ബ്രഹ്മാവ്. അത് സത്യലോകം. അത് ശംഖദേശം നെറ്റിതേ തപോലോകം, അങ്ങ് അതിന്മീതേ പങ്കജയോനിവാസമായ സത്യലോകം ബ്രഹ്മാവിൻ്റെ. ഉത്തമാംഗം ദേ പുരുഷോ ഉത്തമ ജഗൽപ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും, കേശമുടിയാണെന്നൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാമല്ലോ. അപ്പം മേഘജാലം കൂട്ടം മേഘങ്ങളെന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, ഒരുപാട് മേഘങ്ങളുണ്ട്. അതെല്ലാം ഭഗവാന്റെ മുടിയാണ്. ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ, ഭഗവാന്റെ ഭുജം കൈകൾ ശക്രാദി ലോകപാലന്മാരാണ്. ഈ ലോകത്തുള്ള എല്ലാ ദേവന്മാരും ഇന്ദ്രനും എല്ലാം ഭഗവാൻ ബ്രഹ്മാവായാലും ഇവിടെ എന്തൊക്കെ ഉണ്ടോ, ഒരു പുൽക്കൊടി വരെ, ഇതെല്ലാം ആ വിരാട് പുരുഷൻ്റെ ഓരോ കാര്യങ്ങളാണെന്നാ പറയും. 14 ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും. ഇപ്പം മുടിക്ക് ജീവനുണ്ടോ? ജീവനുണ്ടോ വെച്ചാൽ അതിൻ്റെ ചുവട് ജീവനുണ്ട്, ജീവനില്ലെങ്കിൽ വളരത്തില്ലല്ലോ. എന്നാലും അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ പരമാത്മാവായ പരബ്രഹ്മമായിരുന്ന ആ വിരാട് പുരുഷൻ്റെ അവയവങ്ങളെല്ലാമാണ് ഈ 14 ലോകം നിറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നിലില്ലാതുണ്ടോ? അതിനകത്തല്ലേ നമ്മളെ എടുത്ത് വെളിയിൽ കളഞ്ഞാൽ വെളി എവിടെയെങ്കിലും എല്ലാം ഇതിനകമാണ്. ഈ അകത്തുള്ളതാണ് നമ്മളെല്ലാവരും. ഈ ലോകത്തുള്ള സർവ്വതും ഈ പരമാത്മാവായ ഈ വിരാട് പുരുഷൻ 14 ലോകത്തിനകത്ത് ഉൾക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് അംഗങ്ങളല്ലേ. അതുകൊണ്ടാണ് നമുക്കെല്ലാം ഈശ്വരാംശം എന്ന് പറയുന്നത്. ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദിക്കുകൾ കർണങ്ങളും ചെവി അശ്വികൾ നാസികയും വക്രമായത് വന്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രം. അപ്പം വന്നി വക്രം, ഭഗവാന്റെ വക്രം ആയത് വന്നി അഗ്നി, നേത്രം കണ്ണ് ആദിത്യൻ. അപ്പം ഈ ആദിത്യനും ഈ വിരാട് പുരുഷൻ്റെ നേത്രമാണ്.
അങ്ങനെയാണ് പറയുന്നത്. ചിത്രം എത്രയും മനസ്സായത് ചന്ദ്രനല്ലോ. നമ്മുടെ ഹൃദയത്തിലെ മനസ്സ്, ഭഗവാന്റെ മനസ്സ് ചന്ദ്രൻ. അത് നമുക്ക് ജ്യോതിഷത്തിലുണ്ടല്ലോ നമ്മുടെ എല്ലാം മനസ്സ് ചന്ദ്രനാണെന്ന്. ആ മനസ്സായത് ചന്ദ്രനല്ലോ, ഭ്രൂഭംഗമല്ലോ കാലം, ബുദ്ധി വാക്പതിയല്ലോ, കോപകാരണം അഹങ്കാരമായത് രുദ്രൻ, വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ടകൾ യമനല്ലോ, നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തികളല്ലോ, നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തികളല്ലോ പല്ലുകൾ, ഹാസമായത് മോഹകാരിണി മഹാമായ, വാസന സൃഷ്ടിസ്തവാങ്ക മോഷണമല്ലോ, വാസന സൃഷ്ടിസ്തവാങ്ക മോഷണമല്ലോ. അതെനിക്ക് അറിയില്ല വാക്ക്, അത് സംസ്കൃത പദം, അതെനിക്ക് തിരിച്ച് പറയാൻ അറിയില്ല. ധർമ്മം നിൻ പുരോഭാഗം, അധർമ്മം പൃഷ്ഠഭാഗം. ഈ ലോകത്ത് അധർമ്മമുണ്ട്, അത് ഭഗവാന്റെ പുറകുവശം, പൃഷ്ഠം. ധർമ്മം നിൻ പുരോഭാഗം. അപ്പോൾ ധർമ്മം ഭഗവാന്റെ പുരോഭാഗമാണെന്നും അധർമ്മം പുറകുവശമാണെന്നും. ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ, ഉന്മേഷ നിമേഷങ്ങൾ. എനിക്ക് തോന്നുന്നത് കണ്ണ് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. നിമിഷം എനിക്ക് അങ്ങനെ എവിടെ ഒന്ന് വായിച്ചായിട്ടൊരു തോന്നൽ, കണ്ണുകളിങ്ങനെ അടയ്ക്കുകയും തുറക്കുന്നത് രാത്രിയും പകലുമാണെന്ന് അങ്ങനെ കണ്ട. അതാ ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രങ്ങൾ, രാത്രിയും പകലും, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ അറിയത്തില്ല ഇതിൻ്റെയൊക്കെ, നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥമുള്ള പുസ്തകം കിട്ടാമെങ്കിൽ ഓക്കെ. ഇത് നമുക്കങ്ങനെ ഇത് അർത്ഥങ്ങളൊന്ന് യഥാർത്ഥത്തിൽ ഇനി ഇങ്ങനെയുള്ളത് വാങ്ങിച്ച് നമുക്ക് പഠിക്കണം. ഇപ്പം എല്ലാത്തിനും ഉണ്ടല്ലോ ഈ അർത്ഥമുള്ള പുസ്തകം വാങ്ങിച്ച് വായിച്ചാൽ മതി, അപ്പോൾ അതൊക്കെ മനസ്സിലാവും. സപ്തസാഗരങ്ങൾ നിൻ കുഷി ദേശങ്ങളല്ല, കുഷി വയറ്. 7 സാഗരം സമുദ്രം, 7 സമുദ്രങ്ങൾ ഭഗവാന്റെ കുഷി വയറാണെന്നും. സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ, നിശ്വാസം ശ്വസിക്കുന്ന, നിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ശ്വസിച്ചെടുക്കുന്നതും തിരിച്ചു വിടുന്നതും നിശ്വാസം. അപ്പം നിശ്വാസ ഗണമല്ലോ വെച്ചാൽ സപ്തമാരുതൻ, മാരുതൻ കാറ്റ്, 7 മാരുതനും ഭഗവാന്റെ നിശ്വാസ ഗണം കൂട്ടമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും, എത്ര നദി കൊണ്ടോ അതെല്ലാം ഭഗവാന്റെ ഈ വിരാട് പുരുഷന്റെ നാടികളാകുന്നു. പൃഥ്വീധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും, ഭൂമിധരങ്ങൾ ഭഗവാന്റെ അസ്ഥികളാകുന്നതും. വൃക്ഷാദ്യ ഔഷധങ്ങൾ രോമങ്ങളാകുന്നതും, വൃക്ഷാദ്യ ഔഷധങ്ങൾ, ഈ വൃക്ഷങ്ങളും സസ്യങ്ങളും ഔഷധങ്ങളാണല്ലോ, അതൊക്കെ ഭഗവാന്റെ രോമങ്ങളാകുന്നു. തൃഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും, വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം. ഭഗവാന്റെ രേതസ് എന്ന് പറയുന്നതാണ് വൃഷ്ടി, മഴ. വൃഷ്ടി മഴയാണ്. ഈ മഴയായിട്ട് ഈ ലോകം മൊത്തം മഴ പെയ്യും. അത് എന്താ? ആ ഭഗവാന്റെ രേതസ്സാണ്. പുഷ്ടമാമഹീപതേ കേവല ജ്ഞാനശക്തി, സ്ഥൂലമായുള്ള വിരാൾ പുരുഷരൂപം തവ കാലേ, നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി. ഇങ്ങനെ വിചാരിച്ച് ഇതെല്ലാം അതിൽ അറിവുള്ളവർ പറയുന്നത് ഭഗവാന്റെ പാദം തൊട്ട് മുടി വരെ നമ്മൾ ഓരോ അവയവവും അത്രയും മതി, വേറെ ഒന്നും വേണ്ട. ഭഗവാന്റെ പാദം തൊട്ട് നമ്മൾ നോക്കി ആ വിഗ്രഹത്തിൻ്റെ അതിങ്ങനെ കണ്ട് തലവരെ അത് താഴോട്ടും വേണ്ടി നോക്കുമ്പോൾ ഇതെല്ലാം അതിലടങ്ങും. ഈ 14 ലോകം പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയണം. ഇത് വായിക്കുമ്പോൾ ഇത് മാത്രം ധ്യാനിക്കാനിരിക്കുമ്പോഴായാലും മതി. ആദ്യമൊക്കെ അങ്ങനെയാണ്, പിന്നെ അത് പോകെ പിന്നെ ആത്മസ്വരൂപമായിട്ട് മാറും. പിന്നെ നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. ഭഗവാനെ ഈ കൃഷ്ണൻ്റെ രൂപത്തെ തന്നെ ഭഗവാനെ എനിക്ക് ഭഗവാൻ പ്രത്യക്ഷമാണ് എന്നൊക്കെ നമ്മൾ ആദ്യ പടികളൊക്കെ ഇങ്ങനെ ഈശ്വര എന്നൊക്കെ ചിന്തിക്കുമ്പം കൃഷ്ണനെ തന്നെ ചിന്തിച്ചിരിക്കും. അപ്പോൾ ആ പാദം തൊട്ട് നരിയാണ് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ മുടിവരെ അവിടെ താഴെ ഇങ്ങനെ ധ്യാനിക്കണം. ഈ ധ്യാനം അവസാനം നമ്മൾ അതിൽ നിന്നെല്ലാം മുന്നോട്ട് പൊക്കോളിക്കും. പിന്നെ ആ രൂപമില്ല, അവ്യക്തമാകും. പിന്നെ എന്താ? പരമാത്മ സ്വരൂപമായി മാറും. അത് നമ്മുടെ ഉള്ളിലങ്ങ് നിറയും. പിന്നെ ആ പരമാത്മാവാണ് ഈ കൃഷ്ണൻ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഭഗവാൻ അന്ന് വന്നു, ദേഹം പോയി. ആ ആത്മരൂപം ഇപ്പോൾ എല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. അത് നമ്മുടെ ഉള്ളിലും ഉണ്ട്. അതിനെ നമ്മളിങ്ങനെ നിറച്ച് വെച്ചേക്കുന്ന ആ ചൈതന്യം അങ്ങനെ അങ്ങ് ആയി വരും. അപ്പോൾ നമുക്ക് പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ ഏകനാണ്. അത് അന്ന് കൃഷ്ണനായിട്ട് വന്നു, അല്ലെങ്കിൽ ശ്രീരാമനായിട്ട് വന്നു, അപ്പോഴും ദേഹം ഉണ്ടായിരുന്നു. ദേഹം പോയാൽ പിന്നെ ആളാരാ? പരമാത്മാവല്ലേ, വിരാട് പുരുഷനല്ലേ. ഭഗവാൻ നാരായണൻ, പാലാഴിൽ വസിക്കുന്ന ഭഗവാൻ നാരായണനല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ആവാഹിച്ച് പ്രാർത്ഥിച്ച് ആ കൃപ, ആ ചൈതന്യം, ആ പവർ നമ്മുടെ ഉള്ളിലേക്കും കയറ്റി വയ്ക്കുന്നത്. പിന്നെ നമുക്ക് രൂപം വേണ്ട. അത് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ദേഹം മൊത്തവും അകവും പുറം നിറഞ്ഞ് കവിയുന്ന കണക്കുള്ള ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവിച്ചാൽ പിന്നെ നമുക്ക് ഭഗവാനെ കാണണ്ട.
രൂപത്തിൽ കാണുമെന്ന് ആഗ്രഹിക്കത്തില്ല. കാരണം ഒരു വട്ടേ കണ്ടാൽ പിന്നെ ഒരു വട്ടം എല്ലാവരും കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതോ കാണാതെ തന്നെ ഇങ്ങനെ ആവുമെന്ന് എനിക്ക് ഞാൻ കണ്ടു. ഈ രൂപത്തിലൊന്നുമല്ല കണ്ടത്, അതാരും കാണാത്തൊരു രൂപമാണ്. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അന്ന് ഏത് രൂപത്തിലായാലും നമുക്ക് ആ ഈശ്വരനെ നമുക്കുള്ള ഇഷ്ടം അനുസരിച്ച് തന്നെ ധ്യാനിച്ചാൽ അങ്ങനെ ഭഗവാൻ അത്രത്തോളം നല്ല ഹൃദയശുദ്ധിയൊക്കെ ആവണം, വെറുതെ ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക് കാണാനുള്ള ആഗ്രഹം, കാരണം നമുക്ക് ആ കൃപയും കൂടെ തരും. എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ കൃപ വരുമ്പോൾ നമുക്ക് പിന്നെ അത് മതി. ആ ഒരു ആ ഒരു അനുഭൂതി, ആ ഒരു അനുഭവം, ആ ഒരു മധുരം, ആ ഒരു അമൃത് എപ്പോഴും നിറഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ആഗ്രഹം ഒന്നിനും വരത്തില്ല. ഇന്നത് കാണും, ഭഗവാൻ ദേഹത്തിൽ കാണുന്ന ആഗ്രഹങ്ങളെല്ലാം പോയി കഴിഞ്ഞ് എനിക്കിനി കൃഷ്ണനെ കാണുന്നത് പിന്നെ ആഗ്രഹിക്കൂ? എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് പക്ഷെ നമ്മൾ കണ്ണെടുത്ത് ധ്യാനിക്കുമ്പോൾ ഒരുപാട് ദർശനങ്ങൾ കാണാം. അത് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ കാണുന്നത്. നമുക്ക് ധ്യാനമുണ്ട്, ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കും. അത് സാധകം പോലാണ്. ചിലപ്പോൾ ധ്യാനിക്കുമ്പം കണ്ടില്ല, അപ്പോൾ സന്ധ്യയ്ക്ക് നാമങ്ങളെല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുക, രാത്രി ലൈറ്റിലാണിച്ച് കിടക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ചിന്തിച്ചല്ലേ നമ്മൾ കിടക്കുക. അപ്പോൾ ആ കണ്ണുകൊണ്ടത് ധ്യാനിച്ചല്ലേ കിടക്കുക. ഒരു ഭക്തൻ അങ്ങനെയാണല്ലോ, കിടക്കുമ്പോഴും എപ്പോഴും ഭഗവാനുള്ള ചിന്തയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഭഗവാന്റെ പ്രകാശങ്ങളും ഗുരുവായൂരപ്പൻ്റെ ആ അമ്പലമോ ക്ഷേത്രമോ എന്ത് കാണണം നമ്മളോരും അറിയത്തില്ല. എന്തൊക്കെയാ, അയ്യോ ഇത് ഗുരുവായൂരപ്പൻ്റെ ആ അമ്പലമാണല്ലോ, ആ ഒരു സിംഹാസനമാണല്ലോ, ഭഗവാൻ എല്ലാം ആ സ്വർണ്ണ വിഗ്രഹങ്ങളെല്ലാം നമുക്ക് അതുപോലെ കാണാം. നമ്മൾ അറിയത്തോലുമില്ല എന്താ കാണുന്നതെന്ന്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല, അത് ചിന്തിക്കാനായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതാണ് സാധകം എന്ന് പറയുന്നത്. നമ്മൾ ധ്യാനിച്ച് വന്നാൽ പിന്നെ നമുക്ക് എല്ലാം കാണാം. പ്രത്യക്ഷം എന്ന് പറയുന്നത് വേറെയാണ്. അത് ഒരു വട്ടേ ഞാൻ കണ്ടുള്ളൂ പ്രത്യക്ഷം, ബാക്കിയെല്ലാം ദർശനങ്ങളാണ്. അപ്പോൾ ആ പ്രത്യക്ഷം വന്നാൽ പിന്നെ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ കാണാത്തത് എനിക്ക് തോന്നും. ആഗ്രഹം പിന്നെ ഉണ്ടാവത്തില്ല. കാരണം പരമാത്മാവിൻ്റെ ആ കൃപ, ആ അമൃത്, ആ ജലം, ഗംഗാനദി നമ്മളിലേക്ക് ഒഴുകുമല്ലേ, ദാഹം ഇല്ലല്ലോ. പിന്നെ അത് ഒഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ദാഹം ഉണ്ടാകത്തില്ല. ഇന്നത് വേണോ, ഇന്നത് എല്ലാം എപ്പോഴും നിറവാണ്. പിന്നെ നമുക്ക് കൃഷ്ണനെ കാണണമെന്നോ അല്ലെങ്കിൽ ലോകത്ത് മറ്റെന്തെങ്കിലും കാണണമെന്നോ ഒന്നും എവിടെയെങ്കിലും പോകണമെന്നോ ഒരാഗ്രഹവും വരത്തില്ല. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ എൻ്റെ മക്കളൊക്കെ മുമ്പൊക്കെ ചോദിക്കും, മക്കൾ ചോദിക്കത്തില്ല, മരുമോട് എപ്പോഴും ചോദിക്കുന്നത്, അമ്മ എങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് 8-10 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, അപ്പോൾ എന്താ ഇങ്ങനെ ഒരു മുഷിച്ചിലില്ലല്ലോ. പക്ഷെ ഞാനിവിടെ ആനന്ദത്തിലാണെന്ന് അവർക്ക് അങ്ങനെ അറിയാൻ പറ്റും. അവർക്കിപ്പോൾ അറിയാം, അവർക്ക് അങ്ങനെ അറിയണമെങ്കിൽ അവർ അങ്ങനെ ആയിത്തീരണം. എന്താ ഞാൻ അനുഭവിക്കുന്നത്, അപ്പോൾ അവർക്ക് അറിയാം ഇതിനകത്ത് എന്തോ ഒരു രസമുണ്ട്, അതുകൊണ്ടാണ് അവർക്കറിയാം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന എന്താണെന്ന് അത് അറിഞ്ഞെങ്കിലല്ലേ അവർക്ക് മനസ്സിലായി എത്രമാത്രം ആനന്ദം അനുഭൂതിയാണ് നമ്മൾ ആ ഹൃദയത്തിലേക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതെന്നും അനുഭവിച്ചെടുക്കുന്നതെന്ന് അനുഭവസ്ഥർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യം. അതുകൊണ്ട് സൃഷ്ടിയായ തവ രേതസ്സെന്നറിയണം, പുഷ്ടമാ മഹീപതേ കേവല ജ്ഞാനശക്തി, സ്ഥൂലമായുള്ള വിരാൾ പുരുഷരൂപം തവ കാലേ നിത്യവും. ഇത് എപ്പോഴും നിത്യവും ധ്യാനിക്കുന്നവൻ എന്തുണ്ടാകും, മുക്തി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഭഗവാന്റെ ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ ആ പാദം തൊട്ട് ശിരസ് വരെയും നമ്മൾ ഭഗവാനെ ഇങ്ങനെ നോക്കി അങ്ങനെ ധ്യാനിക്കണം. അതാണ് വിരാട് പുരുഷൻ്റെ അതിനാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, എനിക്കല്ലാതെ ഭക്തൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇന്നും എല്ലാവരും പറയും. അപ്പം ഇതിൽ കിടക്കുന്നതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ മതി, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ആയാലും മതി. സമയം പോയി. നിന്തിരുവടിയിൽ ഞൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു. അപ്പം ഇദ്ദേഹം പറയുന്നു, ആരാ? ഈ കബന്ധൻ മാറി ദിവ്യനായി വന്ന ഗന്ധർവൻ. എനിക്ക് ആ ഗന്ധർവനുള്ള പേരൊന്നും വരുന്നില്ല. അപ്പം ഗന്ധർവൻ ഇങ്ങനെയെല്ലാം ഭഗവാനെ സ്തുതിക്കുന്ന, ഇങ്ങനെയുള്ള ലോകം നിറയ്ക്കുന്ന വിരാട് പുരുഷനെ നിത്യവും ആരാണിങ്ങനെ ഓരോ അവയവങ്ങളും ഇങ്ങനെ കണ്ട് ധ്യാനിക്കുന്നവർക്ക് നിത്യവും കാലേ തന്നെ ചെയ്യുന്നവർക്ക് മുക്തി ഉണ്ട്. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു. അപ്പം ഈ ലോകങ്ങൾ 14 പരമാത്മാവിൻ്റെ ഭഗവാനല്ലാതെ ഒരു കിഞ്ചന വസ്തു, വേറെ ഒരു സൂചി മുന പോലും വേറൊന്നും ഈ ലോകത്തില്ല. ആ സൂചി മുനയും ഭഗവാൻ തന്നെ. ഈ ലോകത്തുള്ള സർവ്വതും ഈശ്വരനാണ്. എല്ലാം അല്ലാതെ വേറെ ഒന്നും വേറെ ആരും ഒന്നും ഇല്ല. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതം ഈ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നീ. അപ്പോൾ ഇത്രയെല്ലാം ഈ ശ്രീരാമനെ കണ്ട് ഇദ്ദേഹം പറഞ്ഞ് സ്തുതിക്കുകയാണ്, ഇങ്ങനെ വണങ്ങുന്നേൻ. ഇക്കാലം അതിൽക്കാളും മുഖ്യമായിരിപ്പോന്നിതാ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. ഇപ്പം ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാ? ശ്രീരാമനെയാണല്ലോ. ആ ശ്രീരാമനെ കണ്ടുകൊണ്ടാണല്ലോ ഇതെല്ലാം പറഞ്ഞ് സ്തുതിക്കുന്നത്. ഈ വിരാട് പുരുഷനാണ് ലോകം നിറഞ്ഞിരിക്കുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ ഇങ്ങനെ ഭജിച്ചുകൊണ്ട് ഇക്കാലം അതിനേക്കാളും മുഖ്യമായിരിപ്പോന്നിതി കാണാകിയ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം
മോക്ഷം പ്രാപിച്ച് രാക്ഷസൻ്റെ രൂപം മാറിയിട്ട് ദിവ്യമാകുന്ന ഗന്ധർവനായി മാറിയപ്പോൾ ഈ ഭഗവാൻ അവിടെ മുമ്പിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ അതിനേക്കാളുമാണ് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രീരാമനെ. അതുകൊണ്ട് ഈ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. ശ്രീരാമ ഭഗവാന്റെ രൂപം എപ്പോഴും മനസ്സിൽ തോന്നണമേ. പ്രാർത്ഥിക്കും, നമ്മളും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ പഠിച്ചിട്ടും നമ്മളങ്ങനെ പ്രാർത്ഥിക്കാത്തെന്താ? ഇത് പഠിക്കുന്നത് എന്തിനാ? നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ താപസവേഷം ധരാവല്ലഭം ശാന്താകാരം. അപ്പോൾ ഭഗവാന് ഈ രൂപം ഇനി എപ്പോഴും എനിക്ക് കാണണമേ, രൂപം എപ്പോഴും തോന്നണമേ. എങ്ങനത്തെ രൂപ? താപസവേഷം. ശ്രീരാമ ഭഗവാൻ എന്താ പറയുന്നത്, മുനിയുടെ വേഷം അല്ലയോ? എന്താ ഈ ജടാമകുടങ്ങളൊക്കെ ആയിട്ടുള്ള. അവിടെ ഈ താപസവേഷം ധരാവല്ലഭം. ഭൂമിദേവിയാണ് ധര, വല്ലഭം ഭർത്താവ്, സീതാദേവിയുടെ ഭൂമിദേവിയുടെ ഭർത്താവായ ധരാവല്ലഭം ശാന്താകാരം. ഭഗവാന്റെ ആകാരം ശാന്തമാണ്. ചാപേഷുകരം, അതായത് വില്ലും അമ്പും കയ്യിലുണ്ട്. ജടാവൽക്കല വിഭൂഷണം. ആ വിഭൂഷണമൊക്കെ എന്താ? ജടാവൽക്കലങ്ങൾ, അല്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ ആടയാഭരണങ്ങളല്ല, മുനിവേഷമാണ്. എന്താ? ജടാവൽക്കല വിഭൂഷണമാണ്. ഈ തലയിലൊക്കെ ഇങ്ങനെ വെച്ച് ജടയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടുമല്ലോ കിരീടത്തിന് പകരം. അതൊക്കെയാണ് ഭഗവാന്റെ വിഭൂഷണങ്ങൾ. കാനനേ വിഭിന്നു അന്തം ജാനകി സലക്ഷ്മണം. അത് ഈ കാനനത്തിൽ അന്വേഷിക്കുന്ന എന്താ? ജാനകി അല്ലയോ? ഭഗവാൻ അതിനല്ലേ ഇപ്പം തിരക്കി പോകുമ്പോഴല്ലേ ഇദ്ദേഹനെ കാണുന്നത് വനത്തിൽ. അതുകൊണ്ട് ഭഗവാൻ കാനനേ വിഭിന്നന്തം ജാനകി സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മാനസേ വസിപ്പതിനായഹം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. ഇങ്ങനെ ഭഗവാൻ വനത്തിൽ സീതയെ അന്വേഷിച്ച് വരുന്ന ഇങ്ങനെ ജടാമകുടങ്ങളും മുനിവേഷം നയിക്കുന്ന ആ ഭഗവാൻ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നണമേ. ഭാനു വംശോത്ഭൂതനാം. ഭാനു അർക്കൻ, അർക്കവംശം. അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ അവിടെയല്ലയോ ഭഗവാൻ അവതരിച്ചത്? അത് സൂര്യവംശം, അർക്കവംശം എന്നും പറയാം. അതായത് സൂര്യവംശം. അങ്ങനെയുള്ള അവിടെ ഉത്ഭൂതനായ ഭഗവാനെ നമിക്കുന്നു, സ്തുതിക്കുന്നു. ഇതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. അപ്പോൾ സർവജ്ഞനും മഹേശ്വരനായ ഈശ്വരൻ മഹാദേവനും സർവനാവ്യൻ എന്താ? പാർവതിയോടും കൂടി ഭഗവാൻ നിന്തിരുവടിയെ, അതായത് ശ്രീരാമദേവനെ ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്നരുളിടുന്നു. എന്താ? മുക്ത്യർത്ഥമായി. പരമേശ്വരനും പാർവതിയും ഈ ശ്രീരാമനെ ധ്യാനിച്ചിരിക്കുന്നു. കാശിയാം. അവിടെ നമുക്ക് കാശി എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? നമ്മുടെ സഹസ്രാര പത്മത്തിലാണ്. കാശി എന്നും പറഞ്ഞ് നമ്മൾ ഓടുന്നത് എവിടെയാ? എന്തോ കാശി എന്താ അതെവിടാ പറയുന്നത്? തിരുപ്പതിയിലോ? ഇങ്ങനെ എല്ലാവരും കാശി പോകുന്നവരെ പോകില്ല. സാക്ഷാൽ യഥാർത്ഥ കാശി എവിടെയാ? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ കാശി. ഭഗവാൻ വസിക്കുന്നിടം അതാ കാശി. ആ കാശി ഇല്ലാത്തവർക്കാണ് അവിടെ പോകേണ്ടത്. അവിടെ പുറമേയുള്ള കാശി. പക്ഷെ നമുക്ക് ഈ കാശി കിട്ടുന്നവർ ആ കാശി പോകണ്ട. ഈ കാശി, ഈ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ അനുഭൂതി, പരമാത്മാവായി ലയിച്ചിരിക്കുന്ന അനുഭൂതിയാണ് കാശിയിലെത്തുന്നത്. ഈ കാശി അറിയാത്തവൻ കാശി എന്ന് പറഞ്ഞിടത്ത് പോകണം. ഇപ്പോൾ കാശി എവിടെ? അവിടെ ചെന്നാൽ പുറമേയുള്ള കാശി അവിടെയാണ്. അതോ എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അനുഭവിക്കാൻ പറ്റൂലല്ലോ. ഇത് 1,000,000 2 1001 ഒക്കെ അല്ലേ കാണത്തുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും കാശി എന്ന് പറഞ്ഞ് തേടി അവിടെ പോകും, മോക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഗംഗയിൽ പോയി കുളിച്ചാൽ മുക്തി കിട്ടും എന്നൊക്കെ പറയാം. അത് അങ്ങനെ കിട്ടുന്ന കാര്യമല്ല. നമ്മുടെ മനസ്സങ്ങനെ ആവാതെയും പരമാത്മ ചേരാതെ ഒരിക്കലും കിട്ടത്തില്ല. അവിടെ പോയി കാണാം. അപ്പം മക്കയിൽ പോകുന്നവരെല്ലാവരും മുക്തനാവുന്നെന്ന് എന്തോ ഉറപ്പ്? നമ്മുടെ ഹൃദയശുദ്ധി നമ്മൾ അത് നേടാതെ, ഈശ്വരനെ നേടിയെടുക്കാതെ എങ്ങനെ മുക്തനാവാൻ പറ്റുന്നത്? അത് എൻ്റെ വിശ്വാസമാണ്. കാരണം മഹാത്മാക്കൾ പറയുന്നു അങ്ങനെയാണ്. കാശി എന്ന് മോശക്കാർ പറയുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ മോശക്കാർക്കേ അത് പറ്റൂ. പക്ഷെ അല്ലാത്തവർ നമ്മൾ തന്നെ ഇരിക്കുന്ന കാശിയെ കണ്ടെത്തണം. അതുകൊണ്ട് ഇത് ഭഗവാൻ പരമേശ്വരനും പാർവതിയും നിന്തിരുവടിയെയും ധ്യാനിച്ച് പിന്നെ ഇത് അങ്ങനെ പറഞ്ഞാൽ പോരാ, അവിടെ പോയാൽ പതിയെ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്നരുളിടുന്ന മുക്ത്യർത്ഥമായി. അപ്പോൾ എവിടെയാ പരമേശ്വരനും പാർവതി ഇരുന്ന് ആ കാശി പോയാന്നോ കാണുന്നത്? സന്തതം എപ്പോഴും ഭക്തിയർത്ഥമായിരുന്ന് ഭഗവാനെ ധ്യാനിക്കുന്ന കാശിയിൽ അവനവൻ്റെ ഉള്ളിലാണ്. അതാണ് ഇപ്പോഴും ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ഗന്ധർവൻ ഇതെല്ലാം പറയുന്നു. അങ്ങനെ പരമശിവനും പാർവതിയും എപ്പോഴും പരമാത്മാവായ ശ്രീരാമൻ നാരായണനെ പ്രാർത്ഥിച്ചിരിക്കുന്നു കാശിയിൽ. ആ കാശിയിലല്ല, നമ്മുടെ ഉള്ളിലെ കാശിയിൽ.
തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യതാരക ബ്രഹ്മവാക്യം. ഈ മുമുക്ഷുക്കളും അങ്ങനെയാ. കാശിയിൽ നിന്ന് എല്ലായിടവും ചുറ്റും സഞ്ചരിച്ച് കറങ്ങി എല്ലായിടവും തീർത്ഥാടനത്തിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ അതാകാത്തത്തോളം ഒന്നും കിട്ടത്തില്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഗംഗയെ മുങ്ങിയാൽ എങ്ങനെയാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്? ഗംഗയിലിരിക്കുന്ന വെള്ളം നമ്മളെ ആകാൻ ശുദ്ധിയാക്കുമോ? നമ്മൾ തന്നെ അങ്ങനെയാണെങ്കിൽ അതിൽ കിടക്കുന്ന മത്സ്യങ്ങളെല്ലാം മുക്തനാവണമല്ലോ. ആ നദിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾക്കല്ലേ മോക്ഷം മുമ്പേ കിട്ടേണ്ടുന്നത്? എന്നും അതിൽ കിടന്ന് മുങ്ങി കിടക്കില്ലേ മത്സ്യങ്ങൾ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ ആയി തീരുകയാണ് ചെയ്യുക. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം. രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ. അങ്ങനെ ഈ ഭഗവാൻ പരമേശ്വരനാണെന്ന് അറിഞ്ഞു ഈ ഗന്ധർവൻ. പരമാത്മാവായ പരബ്രഹ്മം നിന്തിരുവടി ഈ ശ്രീരാമൻ പരമേശ്വരനാണെന്നും മനസ്സിലാക്കി വഴിപോലെ. മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? വിവരമില്ലാത്ത, അതായത് ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത മൂഢന്മാർ, അജ്ഞാനികൾ എന്തറിയുന്നു? ഇതെങ്ങനെ അറിയുന്നു? ഇപ്പം തന്നെ ഈ രാമായണം ഒരുപാട് പേര് വായിക്കുന്നവർ അല്പം എനിക്കൊന്നും അറിയത്തില്ല, ഇത്രയെങ്കിലും അറിയണ്ടേ, ഇത്രയെങ്കിലും ഒരു രുചി നമുക്ക് അറിയണ്ടേ? ഞാനൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിവില്ല. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ എത്ര പേരുണ്ട്? വെറുതെ വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എന്നിട്ട് വായിക്കുന്നതിനും പോകും കാശിയിൽ നിന്നും പറഞ്ഞ് അവിടെയാണെന്നും പറഞ്ഞ്, പക്ഷേ അറിയുന്നില്ല. അവരെല്ലാം മൂഢന്മാരെന്നേ രാമായണം വായിക്കുന്നവരെല്ലാം അറിവുള്ളവരൊന്നല്ല. അത് മനസ്സിലാക്കാത്തത്തോളം കാലം അറിവില്ല. അറിവുണ്ടെങ്കിലല്ലേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ എന്ത് വരും? നമ്മളെല്ലാവരും ഇതായിത്തീരും. തീർന്നിട്ടില്ലെങ്കിൽ അത് അറിഞ്ഞില്ലെന്നില്ലേ അർത്ഥം? അതുകൊണ്ട് മൂഢന്മാർ ഭവതത്വം, ഭഗവാന്റെ തത്വം എങ്ങനെ അറിയുന്നു? ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. മൂടിപ്പോകയാൽ മഹാമായ മോഹ അന്ധകാരേ. അതുകൊണ്ട് അന്ധകാരത്തിൽ മൂടിപ്പോയി കിടക്കുന്നു. ഇത് രാമായണം തുരുതുരാന്ന് ഒരുപാട് പേര് രാമായണ മാസം വരെ അങ്ങ് വായനയാണ്. പക്ഷെ അന്ധകാരം മൂടി കിടക്കുക, തെളിയുന്നില്ല, പ്രകാശിക്കുന്നില്ല ഉള്ളത്തിൽ. അതുകൊണ്ട് മൂടിപ്പോകയാൽ മഹാമായാമോഹ അന്ധകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്ര സേവ്യ പാഹിമാം ദയാനിധേ. നിൻ മഹാമായാ ദേവി എന്നെ മോഹിപ്പിച്ചിടാംബുജല വിലോചന സന്തതം നമസ്കാരം. അന്ധകാരത്തിലേക്ക് മൂടി പോകാതിരിക്കാൻ എന്ത് പറയണം നമ്മൾ? അവിടുത്തെ മഹാമായ ഭഗവാന്റെയാണ് മായ. ആ മായയിൽ നമ്മൾ അകപ്പെട്ടു പോകല്ലേ. ഭഗവാന്റെ മായ അകപ്പെട്ടാൽ നമുക്ക് വീണ്ടും അന്ധകാരമായിപ്പോയി. ഈ ലോകത്ത് ചിന്തയിലേക്ക് അയ്യോ എനിക്ക് അത് വേണം ഇത് വേണം ഇങ്ങനെ ഓടി ലോകം മൊത്തം കറങ്ങി അവിടെ ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും അന്ധകാരമായിപ്പോൾ ഉള്ളത്തിലെ പ്രസാദങ്ങളോ തെളിച്ചോ വെളിച്ചോ ഒന്നും നഷ്ടപ്പെട്ടു പോകും. കാരണം മായ അങ്ങനെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു പോകും. അത് ഒഴിച്ചു വയ്ക്കണമെങ്കിൽ ഈ മായ അകപ്പെടുത്തല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ അങ്ങയുടെ മായയാണ് പ്രപഞ്ചം, എന്നെ അതിലോട്ട് ഇനി വലിച്ചഴയ്ക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എങ്ങനെയും ഇതിൽ നിന്ന് കരകയറി മുക്തനാവാൻ ശ്രമിക്കും. വീണ്ടും പ്രപഞ്ചത്തിലേക്ക് നോക്കി അവർ ഇന്നതുപോലെയൊക്കെ ചെയ്യും, നമുക്കും പോയി ഒന്ന് ചെയ്താൽ കൊള്ളാം, കളിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ തിന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ അത് കണ്ടാലും കേട്ടാലും കൊള്ളാൻ പറഞ്ഞാൽ ആർത്തി പിടിച്ച് പിന്നെ പലതിനൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങളുടെ കുഴപ്പം. അതുകൊണ്ട് ഇനി അത് വരുത്തല്ലേ ഭഗവാനെ. നിൻ മഹാമായ ദേവി, ആ മഹാമായ ഇരിക്കുന്ന ഭഗവതി എന്നെ മോഹിപ്പിക്കരുത്. അത് അവിദ്യയാണ്. അതുകൊണ്ട് ആ അവിദ്യയിൽ നമ്മൾ വീണു പോകരുത്. വിദ്യ തന്നെ ഇത് ഈ തെളിവും വിദ്യ, അന്ധകാരം മാറ്റുന്ന വിദ്യയാണ് വിദ്യ. ഈ വിദ്യ രാമായണം അന്ധകാരത്തെ മാറ്റുന്നതാ. ഇരുട്ടിനെ മാറ്റുന്നതാ. അപ്പോൾ നമ്മൾ വിദ്യ എടുക്കണം. വിദ്യയിൽ നിന്ന് വീണ്ടും നമ്മൾ അവിദ്യയിലേക്ക് പോകരുതേ, ഈ പ്രപഞ്ചത്തിലേക്ക് പോകല്ലേ, അതിനുള്ള ഇടം തരല്ലേ ഭഗവാനിൽ നിന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അപ്പോഴും നമുക്ക് ഭഗവാനോട് കൂട്ടുക. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിനെ ഇന്ദ്രിയങ്ങൾ വലിച്ച് പ്രപഞ്ചത്തിൽ ഈ ലോകകാര്യത്തിലേക്ക് കൊണ്ടുപോക്കളയും. അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടിയതൊക്കെ ഇല്ലാതെ പോകും. അതുകൊണ്ട് അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇത്തം അർത്ഥിച്ചു ഭക്തിയാ സ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനും അരുളിച്ചത്. ഇത്രയെല്ലാം ഭക്തിയോടി അദ്ദേഹം പ്രാർത്ഥിച്ചതായി ഗന്ധർവൻ. സന്തുഷ്ടനായേന്തവ സ്തുത്യ. ഈ ഗന്ധർവൻ്റെ പ്രാർത്ഥന തവ, ഞാൻ സന്തുഷ്ടനായെന്ന് ശ്രീരാമഭഗവാൻ പറഞ്ഞു. ഞാൻ സന്തുഷ്ടനായി തവ, അങ്ങയുടെ നിശ്ചല ഭക്തി, നിർമ്മലമായിരുന്ന നിഷ്കളങ്കമായ ഭക്തിയിൽ സ്തുതിച്ചപ്പോൾ ഞാൻ സന്തുഷ്ടനായി എന്ന് ഭഗവാൻ പറഞ്ഞു. ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും, എൻ്റെ പദം പ്രാപിച്ചാൽ ഇനി കാരണം ഭഗവാന്റെ സാരൂപ്യം അതാണ്. ആ ഭവൽ പദം പ്രാപിച്ചാലും സ്ഥാനമേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കുക. നീ മൽപ്രസാദത്താരോട് നീ പരമാനന്ദം പ്രാപിക്കുമ്പോൾ മനസ്സിലാക്കണം, പരമാനന്ദമാണ് ഈശ്വരൻ.
അപ്പോൾ നമുക്ക് രൂപം കാണണോ, ഭഗവാനെ കാണണോ, നമ്മുടെ ഉള്ളിൽ പരമാനന്ദം പോരെ, അതല്ലേ ആനന്ദമല്ലേ ഈശ്വരൻ. ആ ആനന്ദം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രൂപത്തിന് എന്തിനാ രൂപം എടുത്തേണ്ട കാര്യം, രൂപം ഒന്നും കാണണ്ട. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നീ സ്ഥാനമേ സനാതനം യോഗീന്ദ്ര ഗമ്യം പരമാനന്ദം പ്രാപിക്കുന്ന നിമ്മൽ പ്രസാദത്താലോടെ എൻ്റെ എനിക്ക് നീ ഞാൻ സന്തോഷനായി നിന്റെ നിശ്ചലമാകുന്ന സ്തുതിപ്പ് കൊണ്ട്. അതുകൊണ്ട് നീ എൻ്റെ പദം നീ പ്രാപിക്കൂ, നീ ആനന്ദം പ്രാപിക്കൂ. അത് എൻ്റെ പ്രസാദം. ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞു. അത് നമുക്ക് ഓരോരുത്തർക്കും ആ പ്രസാദം കിട്ടിയാൽ ഒരിക്കലും നമുക്ക് ദാഹം ഉണ്ടാവത്തില്ല. എപ്പോഴും ആനന്ദത്തിൽ നിറഞ്ഞിരിക്കാം. അത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ ആകണം, ആനന്ദം അനുഭവിക്കണം. അതാണ് ഭഗവാൻ കൊടുത്ത പ്രസാദം. അപ്പോൾ എന്താ പറയുക, ഗന്ധർവന് ഭഗവാൻ ആ പ്രസാദം കൊടുത്ത് നമുക്കും ഭഗവാൻ പ്രത്യക്ഷമാവും, നമുക്ക് പ്രസാദം തരും. അപ്പം നമുക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കത്തില്ല. എവിടെയെങ്കിലും പോകണോ വേണ്ട, അമ്പലത്തിൽ പോകണോ വേണ്ട, എന്തെങ്കിലും കാണാൻ പോകണോ വേണ്ട. എന്താ ആനന്ദം, പരമാനന്ദം. ആ ആനന്ദം അനുഭവിച്ചാൽ പിന്നെ ഒന്നും നമുക്ക് വേണ്ട. അത്രയുമല്ല ഒന്ന് അനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്തിയാ ജപിച്ചിടണം, ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. സമയം അങ്ങ് പോയകളെ. അപ്പോൾ ഇനി അത് മാത്രമല്ല, ഈ കാര്യങ്ങൾ ആരാണോ നമ്മളെപ്പോലെ ആരാണോ വീണ്ടും ഇത് ഭക്തിയാ ജപിച്ചത് അവർക്കും ഈ അനുഭവ മുക്തി കിട്ടും. ഭക്തനാം നിനക്ക് അധപ്പതനം ഇനി വരാ. ഇനി നീ ഭക്തനാണ്, നിനക്കിനി താഴേക്കുള്ള അധപ്പതനമില്ല. ഭഗവാൻ പ്രസാദിച്ചാൽ പിന്നെ വരത്തില്ല, ഈ ലോകത്തിലേക്കുള്ള ചിന്ത വരത്തില്ല. ഇതുവരെയും അങ്ങനെയാണ്. അപ്പം ഇനി അതുണ്ടാവത്തില്ല. അങ്ങനെയാണെന്ന് എൻ്റെ ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. 40 വയസ്സിൽ കിട്ടിയൊരു ഒരു പ്രസാദമാണ്, അനുഗ്രഹമാണ്. പിന്നെ ഇതുവരെയും എനിക്ക് ഈ ലോകത്തിൽ നിന്ന് വിട്ടുവിട്ട് എന്നുവെച്ചാൽ എല്ലാത്തിലും നിന്നും എല്ലാം നിറവാണ്. പിന്നെ ഒന്നും ആഗ്രഹിക്കുന്നതിനാ, എന്തും നമുക്ക് നിറവാണെങ്കിൽ പിന്നെ എന്തെങ്കിലും വേണോ? അങ്ങനെ ആയിത്തീരും നമ്മൾ. ഒന്നും പിന്നെ വേണ്ട, എല്ലാം നമുക്കുണ്ട്. എല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ അവിടെ എന്താ, നമ്മൾ ഒന്നും ആഗ്രഹിച്ചല്ല ഉണ്ടാവുന്നത്, എല്ലാം അവിടെ ഉണ്ട്. ഭഗവാൻ പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കെല്ലാം അവിടെ ഉണ്ട്. ആ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അത് വേണം, ഇതുകൊണ്ട് നമുക്ക് ആഗ്രഹം വരുമോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ അന്നേ ഇങ്ങനെ ആയി ഇരിക്കുക. ഒന്നിനും ഒരു കുഴപ്പവും ഇല്ല, എല്ലാം ഉണ്ട്. അപ്പം ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ദാരിദ്ര്യമില്ല, എല്ലാം ഉണ്ട്. എന്താ നമുക്ക് വേണ്ടെന്ന് അതുപോലെ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചോദിച്ചിട്ടോ നമ്മൾ അറിഞ്ഞിട്ടോ അല്ല, എല്ലാം വന്നു ചേരുന്നു. വന്നു ചേരുന്ന എങ്ങനെയാണ്, ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നു. അതല്ലേ ആനന്ദം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ? എപ്പോഴും ആനന്ദമല്ലേ. ഒന്നില്ലാന്ന് പറഞ്ഞ് ദുഃഖിക്കണോ? എപ്പോഴും പരമാത്മാവിൽ ലയിച്ച് ആനന്ദം കണ്ടുകൊണ്ടിരുന്നാൽ പോരെ. അത്രയേ ഉള്ളൂ. അതാവാനാണ് പ്രയാസം. ഇതൊന്ന് അനുഭവത്തിൽ വന്നാൽ പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കും, ദൈവം ഇത് നേരത്തെ കിട്ടിയില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ എന്ന് എല്ലാവരും ചിന്തിക്കും. അതേ ഉള്ളൂ, നഷ്ടപ്പെട്ടു പോയി സമയങ്ങളെല്ലാം. അതുകൊണ്ട് ഇങ്ങനെ വരം നിനക്ക് അധപ്പതനം ഉണ്ടാവുകയില്ല. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവ ശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. അങ്ങനെ മംഗളം കിട്ടാൻ വേണ്ടി തൊഴുതു പറഞ്ഞു. മുമ്പിലാമാറ് കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്സിനി. അതായത് ഇദ്ദേഹം പറഞ്ഞു, ഈ ചെതയിൽ വെച്ച് എൻ്റെ ദേഹം കബന്ധനുള്ള ദേഹം ദഹിപ്പിച്ചാൽ ഞാൻ ദിവ്യനായ ഇതാകൂല. അന്ന് ഞാൻ ഈ സീതാദേവി എവിടെ ഉള്ളതുള്ള അതിൻ്റെ വിവരം മനസ്സിലാക്കാനുള്ള വഴി ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ പറഞ്ഞു. മുമ്പിലമാർ കാണാം, മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്സിനി. ഒരു തപസ്സിനി അവിടെ ഉണ്ട്, ശബരി. തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെ ധ്യാനിച്ച് വിമുക്തയായി മുക്തിയായിട്ട് സർവത്തിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന തപസ്സിനിയാണ്. ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചിരിക്കുക ഈ ശബരി ശ്രീരാമനെ. അതുകൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ച് മുക്തയായി ഇരിക്കുകയാണ്. അത് മാതങ്കാശ്രമത്തിൽ ചെല്ലുമ്പം കാണാം. അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും, അവൾ അവനീസ്വത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. അതുകൊണ്ട് ഭൂമിസ്വത ആരാ? സീതയെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കണ്ടാൽ വൃത്താന്തമെല്ലാം ശബരി പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് സീതയെ കണ്ടുപിടിക്കാനുള്ള എല്ലാവും അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും സീതയെ എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയ ജ്ഞാനം ഗന്ധർവനായപ്പം ഗന്ധർവനായ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എന്നെ ഈ കബന്ധൻ്റെ രാക്ഷസദേഹം ദഹിപ്പിച്ച് യഥാർത്ഥ മോക്ഷം വരുമ്പോൾ അപ്പോഴും ഞാനത് നിങ്ങൾക്ക് ശ്രീരാമന് പറഞ്ഞു തരാം, എവിടെയാ സീതയ്ക്ക് പോകേണ്ട മാർഗം വഴി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കൊടുത്ത് സീതയെ അന്വേഷിക്കാൻ വേണ്ടി ശബരി എടുക്ക ചെല്ലണം. എവിടെയാ? മാതങ്കാശ്രമത്തിൽ ചെല്ലുമ്പോൾ വിവരങ്ങളെല്ലാം അവിടുന്ന് കിട്ടും. അതാണ് ഇന്നത്തെ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം പോയി. എല്ലാവരും ഇത് വായിച്ച അവസാനം വരെ ഒരാളെങ്കിലും വായിക്കത്രേ ഉള്ളൂ. എനിക്കതിൽ ഞാൻ ചെയ്യാനുള്ള കർമ്മം ചെയ്യുന്നു, കേൾക്കാനുള്ള നിങ്ങളുടെ കർമ്മം. കാരണം ചെവിയുള്ളം കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. ഭഗവാൻ ആരാ പറയുന്നത്? എല്ലാവരും ഭഗവാൻ കൃഷ്ണനും പറയുന്നു. പക്ഷേ വ്യക്തമായിട്ട് എപ്പോഴും വിളിച്ചു പറയണം നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ, ചെവിയുള്ളവരെ കേൾക്കൂ. കാരണം ഇതായി തീരണമെന്ന് ചിലർക്കല്ലേ യോഗം ഉണ്ടാകും, അവരെ ഇത് കേൾക്കൂ, അല്ലാത്തവർക്ക് കേൾക്കാൻ തോന്നത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.